അപ്പോൾ നമ്മൾ ഇന്ന് ഫൈലം മൊളസ്ക ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 8ാമത്തെ ഫൈലമാണ് മൊളസ്ക നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ ഫൈലം മൊളസ്ക. നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുത്തെങ്കിൽ അതിലെടുക്കുക. ഫൈലം മൊളസ്ക. ഇതിന്റെ പ്രത്യേകത, ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. ഇപ്പോൾ ലാർജസ്റ്റ് ഫൈലം ഇന്നലെ നമ്മൾ പറഞ്ഞു ആർത്രോപോഡയാണ് ലാർജസ്റ്റ് ഫൈലം. മൊളസ്ക എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. ആർത്രോപോഡ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ ഫൈലമാണ് മൊളസ്ക എന്ന് പറയുന്നത്. ഇതും പരീക്ഷ ചോദിക്കാവുന്നതാണ്. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് മൊളസ്ക എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത ദേ ആർ ടെറസ്ട്രിയൽ ഓർ അക്വാട്ടിക്, മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. അത് ടെറസ്ട്രിയൽ ആയിട്ടുള്ള കരയിൽ കാണുന്ന ജീവികളുണ്ട്, ടെറസ്ട്രിയൽ ഓർ അക്വാട്ടിക്. അതുപോലെ ജലജീവികളുണ്ട്. ജലജീവികൾ രണ്ടുമുണ്ട്, മറൈനുണ്ട്, ഫ്രഷ് വാട്ടറുണ്ട്. അപ്പോൾ എല്ലാ ഹാബിറ്റാറ്റിലും കാണുന്ന ജീവികളാണ് മൊളസ്കയിൽ വരുന്നത്. മൊളസ്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, കക്കാവർഗ ജീവികളാണ്. ഇറ്റ് ഹാസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ 2 ഫൈലുമായിട്ട് നമ്മൾ ഓർഗൻ സിസ്റ്റമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർഗൻ സിസ്റ്റത്തിൽ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ ക്രമമായി വരുന്നതുകൊണ്ട് അത് പിന്നെ പ്രശ്നമില്ല. അത് കോമൺ ക്യാരക്ടറാണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ ദേ ആർ ബൈലാക്ടോസിമെട്രിക്കൽ. അതിന്റെ ഷേപ്പ് കാണുമ്പോൾ നമുക്കറിയാം ബൈലാക്ടോസിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആനിമൽസ് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ബോഡി ബൈലാക്ടോസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബോഡിയെ 2 തുല്യ ഭാഗങ്ങളായി മാത്രമേ വിഭജിക്കാൻ കഴിയുള്ളൂ. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ 3 ജേം ലെയറുണ്ട്. സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ബോഡി ക്യാവിറ്റി സീലോം ഉണ്ടെന്നാണ്. ഇത് 3ഉം ആ ജീവിതാലങ്ങളിൽ കാണുന്നുണ്ട്. ഇനി അവരുടെ മാത്രം പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ബോഡി ഈസ് കവേർഡ് ബൈ എ കാൽക്കേരിയസ് ഷെൽ. കാൽക്കേരിയസ് മീൻസ് മേഡ് അപ്പ് ഓഫ് കാൽസ്യം കാർബണേറ്റ് എന്നുള്ളതാണ്. കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഷെല്ല്, ഒരു പുറന്തോട് ഈ ജീവികൾ. നമ്മൾ ഈ മൊളസ്കസ് എന്ന് പറയുന്നത് കക്കാവർഗ ജീവികളാണ്. കക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കക്കകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശംഖ്, കക്ക, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നമ്മുടെ ചുറ്റുപാടും തന്നെ ചിലപ്പോൾ കരയിൽ ഈ ഫ്രഷ് വാട്ടറിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പം കക്ക നമ്മൾ തോട്ടിലും പുഴയിലും ഒക്കെ നമുക്ക് കായലിലും ഒക്കെ കാണുന്ന പലതരം കക്കകൾ, ഇവയെല്ലാം തന്നെ ഈ ഗ്രൂപ്പിൽ വരുന്ന ജീവികളാണ്. ഇതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടറാണ് ദ ബോഡി ഈസ് കവേർഡ് ബൈ എ കാൽക്കേരിയസ് ഷെൽ എന്ന് പറയുന്നത്. കക്കാവർഗ ജീവികളിൽ എല്ലാ ജീവികൾക്കും ഒരു പുറന്തോടുണ്ടാവും. നമുക്ക് അറിയാവുന്ന കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഒരു ഈ ഗ്രൂപ്പിൽ വരുന്ന ജീവിയാണ് നമ്മൾ ഒച്ചെന്ന് പറയുന്നത്. ഒച്ചിന് നിങ്ങൾക്ക് അറിയാലോ, ഒരു പുറന്തോടുണ്ട്. ഒച്ചിന്റെ പുറത്ത് ഒരു പുറന്തോടുണ്ട്. നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു തോടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ജീവികളുടെ ഒരു പൊതുവായ പ്രത്യേകതയാണ് പറയുന്നത് ദ ബോഡി ഈസ് കവേർഡ് ബൈ എ കാൽക്കേരിയസ് ഷെൽ. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് ഓർക്കുക. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. അതാണ് ഒന്നാമത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. രണ്ടാമത്തെയാണ് ദ ബോഡി ഈസ് കവേർഡ് ബൈ എ കാൽക്കേരിയസ് ഷെൽ എന്ന് പറയുന്നത്. അവയുടെ ബോഡിക്ക് പുറമെ ഒരു ഷെൽ കവറിംഗ് ഉണ്ട്. അത് കാൽസ്യം കാർബണേറ്റോട് നിർമ്മിച്ചാൽ അതിനെ കാൽക്കേരിയസ് എന്ന് പറയുന്നത്. മേഡ് അപ്പ് ഓഫ് കാൽസ്യം കാർബണേറ്റ് എന്നുള്ള അർത്ഥമാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ദ ബോഡി അൺസെഗ്മെന്റഡ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, അതായത് അനലിഡ മുതൽ മുകളിലേക്ക് വരുന്ന ഫൈലം എല്ലാം സെഗ്മെന്റഡ് ആണ്. പക്ഷേ ഇവയുടെ പ്രത്യേകത അൺസെഗ്മെന്റഡ്. ഒച്ചിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒച്ചിന്റെ ശരീരത്തിൽ സെഗ്മെന്റ്സ് കാണാനില്ല. അപ്പൊ ബോഡി അൺസെഗ്മെന്റഡ് ആണ്. അത് ഇതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടറാണ്. ഉയർന്ന ഫൈലത്തിൽ സെഗ്മെന്റേഷൻ ഇല്ലാത്ത ഒരു ഫൈലമാണ് മൊളസ്ക എന്ന് പറയുന്നത്. സോ ദ ബോഡി ഈസ് അൺസെഗ്മെന്റഡ് വിത്ത് എ ഹെഡ്, മസ്കുലർ ഫുട്ട് ആൻഡ് വിസറൽ ഹമ്പ്. ഇവയുടെ ബോഡി പാർട്ടിന് വ്യത്യാസമുണ്ട്. ദ ബോഡി ഹാസ് 3 റീജിയൻസ്. നേരത്തെ പറഞ്ഞു നമ്മൾ അവിടെ ആർത്രോപോഡയിൽ നമ്മൾ പറഞ്ഞു ഹെഡ്, തൊറാക്സ്, അബ്ഡോമിൻ എന്നിങ്ങനെ 3 റീജിയനാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനല്ല, ഹെഡ്, മസ്കുലർ ഫുട്ട് ആൻഡ് വിസറൽ ഹമ്പ് എന്നിങ്ങനെ 3 റീജിയനുകളാണ് ഇവയുടെ ശരീരത്തിലുള്ളത്. ഒന്ന് ഹെഡ്, മറ്റേ മസ്കുലർ ഫുട്ട് ആൻഡ് വിസറൽ ഹമ്പ്. അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഹെഡ് നമുക്കറിയാം തലയുടെ ഭാഗം. ഈ മസ്കുലർ ഫുട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു മസ്കുലർ ഫുട്ടാണ് അതിനുള്ളത്. നമ്മൾ ഈ ഒച്ചായാലും മറ്റു ജീവികളായാലും അത് തോടിന്റെ അകത്തിരിക്കുന്ന സമയത്ത് അതിന്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഭാഗം കാണാം. അതാണ് മസ്കുലർ ഫുട്ട്. ഇതാണ് അത് മണ്ണിലേക്ക് ആദ്യം ഇറങ്ങുന്ന സമയത്ത് വരുന്നത്. ആ ഭാഗത്തിനാണ് മസ്കുലർ ഫുട്ട് എന്ന് പറയുന്നത്. പിന്നെ വിസറൽ ഹമ്പ്. ഹമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ശരിക്കും അതിന്റെ ശരീരത്തിന്റെ ഭാഗത്ത് കൊമ്പ് പോലെ പൊഴിച്ചു നിൽക്കുന്ന ഭാഗമാണ്. ഒരു വിസറൽ ഹമ്പ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ 3 പാർട്ടാണ് ഈ ജീവിയുടെ ശരീരത്തിലുള്ളത്. എന്തൊക്കെയാണ്? ഹെഡ്, മസ്കുലർ ഫുട്ട്, വിസറൽ ഹമ്പ് എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് നമ്മൾ മൊളസ്കൻസിന്റെ ശരീരത്തിൽ കാണുന്നത്. അപ്പം ബോഡിയുടെ പ്രത്യേകത ബോഡി അൺസെഗ്മെന്റഡ് ആണ്. കൂടാതെ 3 റീജിയൻ ഉണ്ട്, ഹെഡ്, മസ്കുലർ ഫുട്ട്, അതുപോലെ വിസറൽ ഹമ്പ്. അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആ പോയിന്റ് ഓർത്തിക്കണം. പിന്നെ എ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ഫോംസ് മാൻഡിൽ ഓവർ ദ വിസറൽ ഹമ്പ്. ഇതിൽ ഈ വിസറൽ ഹമ്പിന്റെ മുകളിലായി ഒരു മാൻഡിൽ ഉണ്ട്, മാൻഡിൽ ക്യാവിറ്റി ഉണ്ട്. ഈ മാൻഡിൽ എന്ന് പറയുന്നത് ഒരു കവറിംഗ് ആണ്. അതിന്റെ ശരീരത്തിൽ മൊത്തത്തിലൊരു ഈ പുറന്തോട് ഉള്ള ഏറ്റവും പുറമേ കാൽക്കേരിയസ് ഷെല്ലുള്ളത് കൊണ്ട് അതിനകത്ത് ഒരു സ്കിന്നിന്റെ കവറിംഗ്, അത് മാൻഡിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ വിസറൽ ഹമ്പിനെ കവർ ചെയ്യുന്ന ഈ മാൻഡിൽ അതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് വരുന്നുണ്ട്. ഇനി ദ സ്പേസ് ബിറ്റ്വീൻ ദ ഹമ്പ് ആൻഡ് ദ മാൻഡിൽ ഈസ് കോൾഡ് ദ മാൻഡിൽ ക്യാവിറ്റി. അപ്പൊ അതിപ്പോ എന്ത് പറ്റും, ഈ 2 സ്ഥലത്ത്, അതായത് അതിന്റെ ഹമ്പിനും മാൻഡിലിനും ഇടയിലായി ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ മാൻഡിൽ ക്യാവിറ്റി എന്നാണ് പറയുന്നത്. അതിനകത്താണ്
ഫെദർ ലൈക്ക് ഗിൽസ് ആർ പ്രസന്റ്. ദേ ആർ റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയാണ്, ഫെദർ ലൈക്ക് ഗിൽസ് ആണ് ഇവയുടെ റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗാൻസ്. അപ്പോൾ ഇപ്പം 4 ഫൈലത്തിൽ നമ്മൾ എക്സ്ക്രീറ്ററി ഓർഗാന്റെ പേര് പഠിച്ചു. അതായത് പ്ലാറ്റിഹെൽമിന്തസിൽ ഫ്ലെയിം സെൽസ് നമ്മൾ പഠിച്ചു, അൻലിഡയിൽ നമ്മൾ നെഫ്രീഡിയ പഠിച്ചു, ആർത്രോപോഡിയിൽ മാൽപിജിയൻ ട്യൂബ്യൂൾസ് പഠിച്ചു. ഇവിടെ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് വരുന്നത് ഫെദർ ലൈക്ക് ഗിൽസ് ആണ്. പക്ഷേ ഈ ഫെദർ ലൈക്ക് ഗിൽസിന് എന്തും കൂടിയുണ്ട്, റെസ്പിറേറ്ററി ഫംഗ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഈ ഫെദർ ലൈക്ക് ഗിൽസ് കാണുന്നത് എവിടെയാണ്, ഈ ശരിക്കും അതിന്റെ ഹമ്പിന്റെയും അതുപോലെ മാൻഡിന്റെയും കൂടെ ഇടയിലുള്ള സ്ഥലത്താണ് ഗിൽസ് കാണുന്നത്. അവിടെയാണ് ആ ഗിൽസ് ഉപയോഗിച്ചാണ് അവർ ശ്വസിക്കുന്നതും വിസർജ്ജ വസ്തുക്കളെ പുറന്തള്ളുന്നതും. അപ്പൊ അതിന് നമ്മൾ ആ ഫെദർ ലൈക്ക് ഗിൽസ് എന്നുള്ള പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ദേ ഹാവ് ഫെദർ ലൈക്ക് ഗിൽസ് വിച്ച് ആർ റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഇൻ ഫംഗ്ഷൻ. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. പിന്നെ ദ ആന്റീരിയർ ഹെഡ് റീജിയൻ ഹാസ് സെൻസറി ടെൻഡക്കിൾസ്. നമുക്കറിയാം, ചിത്രത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഒക്ടോപസിന്റെ ചിത്രം കൊടുത്തത് അതിന് മുകളിൽ കാണുന്ന ടെൻഡക്കിൾസ് നീരാളിയൊക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ അവയുടെ ശരീരത്തിന് പുറമെ നമുക്ക് ടെൻഡക്കിൾസ് കാണാൻ വേണ്ടി കഴിയും. പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ദ മൗത്ത് കണ്ടെയ്ൻസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗാൻ ഫോർ ഫീഡിംഗ് കോൾഡ് റാഡുല. ദ മൗത്ത് കണ്ടെയ്ൻസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗാൻ ഫോർ ഫീഡിംഗ് കോൾഡ് റാഡുല. റാസ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മുറിച്ചെടുക്കുക. നമ്മൾ ഈ ഒച്ചയൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചെടികളുടെയൊക്കെ ഇലകൾ മുറിച്ച് കളയുന്നത്. റബ്ബർ പാലൊക്കെ എടുക്കുന്നവർക്ക് അറിയാം, റബ്ബറിന്റെ ചിരട്ടയിലെ ഈ റബ്ബർ നമ്മൾ ബഡൊക്കെ ചെയ്ത് വെക്കുന്ന തൈയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വെച്ച് പോയിട്ട് കട്ട് ചെയ്ത് കളയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അതിനൊരു റാസ്പിംഗ് ഓർഗൻ ഉണ്ട്, അത് മുറിക്കാൻ പറ്റുന്ന ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗന്റെ പേരാണ് റാഡുല. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. ഇതിന്റെ മൗത്തിലാണ് ആ ഓർഗൻ കാണുന്നത്, റാഡുല. നമ്മളിപ്പോൾ ടീത്തൊന്നും ഇല്ല ഇത്തരം ജീവികൾ. അതിന് പകരം അതിന്റെ ശരീരത്തിൽ ഇങ്ങനെ മുറിവുണ്ടാക്കാൻ, മറ്റു ജീവികളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സസ്യങ്ങളുടെ അല്ലെങ്കിൽ ജീവികളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓർഗൻ ഉണ്ട്. അതിനെയാണ് റാഡുല എന്ന് പറയുന്നത്. സോ മൊളസ്ക് ഹാവ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ കോൾഡ് റാഡുല. ആ ഓർഗന്റെ പേര് നിങ്ങൾ ഓർമ്മിക്കുക, റാഡുല എന്നാണ് പറയുന്നത്. ഇനി ദേ ആർ യൂഷ്വലി ഡൈഷ്യസ്. അത് മെയിൽ ഫീമെയിൽ ഓർഗാൻസ് വേറെ തന്നെയാണ്. ഒവിപാരസ്, നേരത്തെ നമ്മൾ പറഞ്ഞു എഗ്ഗിലൈനാണ്, മുട്ടയിടുന്ന ജീവികളാണ്. വിത്ത് ഇൻഡയറക്ട് ഡെവലപ്മെന്റ്, ലാർജ് സൈസ് ഉള്ളതുകൊണ്ടാണ് ഇൻഡയറക്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ മൊളസ്കൻസിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്യാരക്ടേഴ്സ് പറയുന്നത് എന്താണ്? ഒന്ന്, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. പിന്നെ ബോഡി ഈസ് കവേർഡ് ബൈ എ കാൽക്കേരിയസ് ഷെല്ലാണ്. പിന്നെ ബോഡി അൺസെഗ്മെന്റഡ് വിത്ത് ഹെഡ്, മസ്കുലർ ഫുട്ട് ആൻഡ് വിസറൽ ഹംബ്. ആ പോയിന്റ് ഓർത്തിരിക്കണം. പിന്നെ നമുക്ക് ദ മാൻഡിൽ ക്യാവിറ്റി ഹാസ് ഫെദർ ലൈക്ക് ഗിൽസ് വിച്ച് ഹാവ് റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. പിന്നെ ദ മൗത്ത് ഹാസ് ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിംഗ് കോൾഡ് റാഡുല. ഈ 4-5 പോയിന്റുകളാണ് നമ്മൾ പ്രധാനമായും ഈ മൊളസ്കൻസിൽ നിന്ന് ഓർത്തിരിക്കേണ്ടത്, പോയിന്റ്സ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് മൊളസ്കൻസിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മൾ ഓർക്കണം. ഇത് ഒന്ന്, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. അതിന്റെ ബോഡിയിൽ ഒരു കാൽക്കേരിയസ് ഷെൽ കവറിംഗ് ഉണ്ട്. പിന്നെ അതിന്റെ ബോഡി അൺസെഗ്മെന്റഡ് ആണ്. ബോഡിക്ക് 3 റീജിയൻ ഉണ്ട്, ഹെഡ് ഉണ്ട്, മസ്കുലർ ഫുട്ട് ഉണ്ട്, വിസറൽ ഹംബ് ഉണ്ട്. പിന്നെ അതിന്റെ മാൻഡിലിന്റെയും വിസറൽ ഹംബിന്റെയും ഇടയിൽ മാൻഡിൽ ക്യാവിറ്റി ഉണ്ട്. അവിടെ ഫെദർ ലൈക്ക് ഗിൽസ് കാണുന്നു. ആ ഗിൽസിന് എക്സ്ക്രീറ്ററി, റെസ്പിറേറ്ററി ഫംഗ്ഷൻസ് ഉണ്ട്. പിന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകത, അതിന് ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട് ഫോർ ഫീഡിംഗ്. അതിനെയാണ് നമ്മൾ റാഡുല എന്ന് പറയുന്നത്. ഇത്രയും ക്യാരക്ടേഴ്സ് പഠിച്ചു വെച്ചാൽ മൊളസ്കൻസിനെ സംബന്ധിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയി. അപ്പോൾ നമുക്ക് 1 മാർക്കിലൊക്കെ ചോദിച്ചാൽ ഇത്രയും ചോദ്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുള്ളൂ. ജനറൽ ആയിട്ടുള്ള മറ്റ് ക്യാരക്ടേഴ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ക്യാരക്ടേഴ്സ് ആണ്. ഇനി അതിനകത്തുനിന്നുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കൂടി നോക്കാം. നമ്മൾ കുറേ എക്സാമ്പിളുകളുണ്ട് ഇതിനകത്തുനിന്ന്. ഒന്ന്, നമ്മളത് പില അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മൾ കാണുന്നതാണ് ഈ പില എന്ന് പറയുന്നത്. ഈ അതിനകത്ത് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, മുകളിൽ നോക്കിയാൽ കാണാം. അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശംഖിന്റെ രൂപത്തിലുള്ള ചെറിയ ജീവി കുളത്തിലും തോട്ടിലും ഒക്കെ കാണുന്ന ഒരു ജീവിയാണത്. ആപ്പിൾ സ്നെയിൽ എന്നാണ്. ആപ്പിളിന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ജീവിയാണ് ആപ്പിൾ സ്നെയിൽ, പില എന്ന് പറയുന്നത്. പിന്നെ പിങ്ടാഡ എന്ന് പറയുന്നത് പേൾ ഓയിസ്റ്റർ. പേൾ ഓയിസ്റ്റർ എന്ന് പറയുന്നത് വളരെ വെല്ലുവിളിപ്പെട്ട വസ്തുവാണ്. പിങ്ടാഡ പേൾ ഓയിസ്റ്റർ ആണ്. മുത്തുച്ചിപ്പി നമ്മൾ അറിയപ്പെടുന്നത്. മുത്ത്, നമ്മുടെ യഥാർത്ഥ നാച്ചുറൽ പേൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പേൾ ഓയിസ്റ്റർ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിങ്ടാഡ, പേൾ ഓയിസ്റ്റർ. നാച്ചുറൽ പേൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഈ പേൾ ഓയിസ്റ്റർ എന്ന് പറയുന്ന ജീവി, അത് ശരിക്കും ആ ജീവിയുടെ ശരീരത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മണൽത്തരികൾ കയറി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ മണലുണ്ട് വരയുമ്പോൾ അതിനകത്ത് മുറിവുണ്ടാകുമ്പോൾ ആ മുറിവിന് ചുറ്റും ഒരു സെക്രീഷൻ വരും. ആ സെക്രീഷനാണ്, അതായത് ആ മണൽത്തരിയുടെ മുകളിൽ കൂടി ഈ ജീവിയുടെ ശരീരത്തിൽ നിന്ന് സെക്രീഷൻ ചേർന്ന് മുത്ത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നാച്ചുറൽ പേൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കറിയാം, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഈ പേൾ ഓയിസ്റ്ററിനെ കൾച്ചർ ചെയ്യുന്നുണ്ട്. കടലിലുണ്ട്, അല്ലെങ്കിൽ കടൽ വെള്ളത്തിലുണ്ട്, നമ്മൾ സാധാരണ ശുദ്ധജലത്തിലുണ്ട്. ശുദ്ധജല മുത്തുച്ചിപ്പ് കൃഷിയൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ അവിടെ നമ്മൾ ഈ നാച്ചുറലായിട്ട് അല്ല, നമ്മളത് കൃത്രിമമായിട്ട് വേണ്ടി ശരീരത്തിൽ മുറിവ് ഉണ്ടാക്കാൻ വേണ്ടി
ചെയ്യാറ്. അങ്ങനെ മുറിവ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ പേൾ ഉണ്ടാക്കുന്നത്, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ. അല്ലാതെയാണെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ പേൾ ഉണ്ടാവും. നാച്ചുറൽ പേൾ വളരെ വിലപിടിപ്പുള്ള വസ്തുവാണ്. പിന്നെ ഈ പേളോയിസ്റ്ററിനെ നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് സെപ്പി അല്ലെങ്കിൽ കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത്. സെപ്പി അല്ലെങ്കിൽ കട്ടിൽ ഫിഷ്, എന്താ കടൽ നാക്കെന്നൊക്കെ പറയുന്നത് സെപ്പിയ. ഇതൊക്കെ നമ്മൾ പിന്നെ ഈ മത്സ്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. കടലിൽ നിന്ന് നാക്കിൻ്റെ ആകൃതിയിലുള്ളൊരു കക്ക ജീവിയെ മീൻ വാങ്ങുമ്പോഴേക്കും അതിന് കൊടുത്തിട്ടുണ്ടാവും കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത് സെപ്പിയ. ലോളിഗോ അല്ലെങ്കിൽ സ്ക്വിഡ്, അത് പിന്നെ നമ്മൾ എന്താ പറയുന്നത് നീരാളിയെ പോലെ ഇരിക്കുന്ന മറ്റൊരു ജീവിയാണ് സ്ക്വിഡ് എന്നറിയപ്പെടുന്നത്, ലോളിഗോ. പിന്നെ ഒക്ടോപ്പസ് അല്ലെങ്കിൽ ഡെവിൾ ഫിഷ്, അതിൻ്റെ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒക്ടോപ്പസിൻ്റെ ചിത്രം കാണുന്നുണ്ട്. വലിയ കൈകാലുകൾ പോലെയൊക്കെയുള്ള ഭാഗമാണ് ഡെവിൾ ഫിഷ് എന്ന് പറയുന്നത് ഒക്ടോപ്പസ്. പിന്നെ അപ്ലൈസിയ അല്ലെങ്കിൽ സീ ഹെയർ, കടൽ മുയൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അപ്ലൈസിയ മറ്റൊരു മൊളസ്കാണ്, അപ്ലൈസിയ എന്ന് പറയുന്നത്. പിന്നെ ഡെൻഡാലിയം, ടക്ഷൻ, അതായത് കൊമ്പിന്റെ ആകൃതിയിലുള്ള ഡെൻഡൻ, നീളത്തിലുള്ള ജീവിയാണ് ഡെൻഡാലിയം എന്ന് പറയുന്നത്. പിന്നെ കീറ്റോപ്ലൂറ അല്ലെങ്കിൽ കൈറ്റൺ എന്ന് പറയുന്നത് മറ്റൊരു ജീവി, കൈറ്റൺ എന്നാണ് അതിന് പറയുന്നത്. അതിന് മലയാളത്തിൽ വേറെ പേരുകളുള്ള കീറ്റോപ്ലൂറ, കൈറ്റൺ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണ്. നിങ്ങൾ ഇതിനകത്തുള്ള എക്സാമ്പിളുകളുടെ എല്ലാം പേരൊന്ന് പഠിച്ചു വെക്കണം. കാരണം ചിലപ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ വന്നിട്ട് ഏത് ഫൈലത്തിനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണമെങ്കിൽ ഇവരുടെ പേരുകൾ പഠിക്കണം. പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് പില, പിങ്കാഡ, സെപ്പിയ, ലോളിഗോ, അതുപോലെ ഒക്ടോപ്പസ്, അപ്ലൈസിയ, ഡെൻഡാലിയം, കീറ്റോപ്ലൂറ എന്നിവയൊക്കെ മൊളസ്കൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ എല്ലാ എക്സാമ്പിളുകളും നമ്മൾ പഠിച്ചു വെക്കണം. കാരണം എക്സാമ്പിൾ ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഏത് ഫൈലത്തിലാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അറിയാം. അങ്ങനെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് നമ്മൾ ഇതിൽ കൊടുത്തിരുന്നത്. പില, പിങ്കാഡ, സെപ്പിയ, ലോളിഗോ, ഒക്ടോപ്പസ്, അപ്ലൈസിയ, ഡെൻഡാലിയം, കീറ്റോപ്ലൂറ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്ന എല്ലാ എക്സാമ്പിളുകളും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊളസ്കൻസിനെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ മൊളസ്കൻസ് ഒന്നുകൂടെ ഞാൻ പറയാം. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. പിന്നെ അവയുടെ ബോഡിക്ക് കാൽക്കേരിയസ് ഷെൽ കവറിംഗ് ഉണ്ട്. ബോഡി അൺസെഗ്മെന്റഡ് ആണ്. 3 റീജിയനാണ്: ഹെഡ്, മസ്കുലർ ഫുട്ട്, വിസറൽ ഹമ്പ്. പിന്നെ ഫെദർ ലൈക്ക് ഗിൽസ് കാണുന്നത് മാൻഡിൽ ക്യാവിറ്റിയിലാണ്. അത് റെസ്പിറേറ്ററി ഫങ്ഷൻസ് നിർവഹിക്കുന്നു. കൂടാതെ അതിൻ്റെ മൗത്തിൽ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ്ങിന് വേണ്ടി ഒരു ഫയൽ ലൈക്ക് ഓർഗൻ ഉണ്ട്. അതിന് നമ്മൾ റാഡുല എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്. പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് പില, പിങ്കാഡ, സെപ്പിയ, ലോളിഗോ, ഒക്ടോപ്പസ്, അപ്ലൈസിയ, ഡെൻഡാലിയം, കീറ്റോപ്ലൂറ എന്നിവയൊക്കെ. ഇത്രയും എക്സാമ്പിളുകളാണ് പഠിക്കേണ്ടത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് രണ്ട് കുറച്ച് പേരോട് ഞാനൊന്ന് ചോദിക്കാം. നിങ്ങൾ അന്നേരം ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് പറയുക. അപ്പോൾ നമുക്കത് അടുത്ത പ്രാവശ്യം പഠിക്കുമ്പോൾ നമ്മൾ അടുത്ത ഫൈലം എടുക്കുക. ഫൈലം എക്കൈനോഡെർമേറ്റ. ഫൈലം എക്കൈനോഡെർമേറ്റ, പേര് നോക്കുക, എക്കൈനോഡെർമേറ്റ. നമ്മൾ നേരത്തെ ഫൈലത്തിൻ്റെ എല്ലാം പേര് പഠിച്ചാണ്. 9ാമത്തെ ഫൈലമാണ് ഫൈലം എക്കൈനോഡെർമേറ്റ. എന്തൊക്കെയാണ് പ്രത്യേകത നോക്കാം. They have an endoskeleton of calcareous ossicles and hence the name echinoderms or spiny body. ഈ മൊളസ്കൻസിന്റെ പ്രത്യേകത നമ്മൾ കണ്ടല്ലോ, അതിനകത്ത് എക്സാമ്പിൾ കാണാം. സ്റ്റാർ ഫിഷ് ഒക്കെ അതിനകത്ത് വരുന്ന ജീവികളാണ്. എന്താ അതിന്റെ പ്രത്യേകത? They have an endoskeleton of calcareous ossicles. ഇവയ്ക്കൊരു എൻഡോസ്കെൽട്ടൺ ഉണ്ട്, ശരീരത്തിനകത്തൊരു സ്കെൽട്ടൽ സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് എക്കൈനോഡെർമ്സ് പറയുന്നത്. സ്പൈനി ബോഡിയാണ്, മുള്ളു പോലെ ശരീരത്തിൽ ഇങ്ങനെ. നമ്മൾ സ്റ്റാർ ഫിഷിനെ കാണുമ്പോൾ അറിയാം, സ്റ്റാർ ഫിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തിങ്ങനെ മുള്ളു പോലെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അങ്ങനെയുള്ള ജീവികളാണ് എക്കൈനോഡെർം എന്ന് പറയുന്നത്. അപ്പോൾ സ്പൈനി ബോഡിയുടെ ആനിമൽസ് ആണ്. എൻഡോസ്കെൽട്ടൺ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ് ആണ് ഇവയുടെ പ്രത്യേകത. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ പഠിക്കണം. ദേ ഹാവ് ആൻ എൻഡോസ്കെൽട്ടൺ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ് ആൻഡ് ഹെൻസ് ദ നെയിം എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റ എന്ന് പറയുന്നത് സ്പൈനി ബോഡിയുടെ എന്നാണ് എക്കൈനോ എന്ന് പറയുന്നത്. എക്കൈനോ എന്ന് പറയുന്നത് സ്പൈനി, ഡെർമേറ്റ അതിന്റെ സ്കിന്നിനാണ്, ബോഡി കവറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ദേ ഹാവ് ആൻ എൻഡോസ്കെൽട്ടൺ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ് ആൻഡ് ഹെൻസ് ദ നെയിം എക്കൈനോഡെർമേറ്റ. ഒരു പോയിന്റ് ഓർക്കുക. ഇനി ഓൾ ആർ മറൈൻ വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗൻസ്. എല്ലാം മറൈൻ. ഇതിന് എക്സ്ക്ലൂസീവ് മറൈനാണ്. എക്കൈനോഡെർമ്സ് പറയുന്നത് മറൈൻ കടജീവികൾ മാത്രമേ ഉള്ളൂ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷ ചോദിച്ച പോയിന്റാണ് അടുത്ത്. എന്താണ്? ദ അഡൽട്ട് എക്കൈനോഡെർമ്സ് ആർ യൂഷ്വലി റേഡിയലി സിമെട്രിക്കൽ ബട്ട് ലാർവി ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ. ഇതിന്റെ അഡൽട്ട് എക്കൈനോഡെർമ്സ് എല്ലാം തന്നെ റേഡിയലി സിമെട്രിക്കൽ ആണ്, ബട്ട് ലാർവി ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ. മറ്റൊരു ഫൈലത്തിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണത്. എന്താണ്? ഇതിന്റെ അഡൽട്ട് മുതിർന്നു കഴിയുമ്പോൾ ജീവികളെല്ലാം റേഡിയലി സിമെട്രിക്കൽ ആണ്, പക്ഷേ ലാർവൽ ഫോംസ് എല്ലാം ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. അതാണ് ഈ ഫൈലത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്. നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് ഫൈലത്തിലാണ് ഇത് കാണുന്നത്? എന്താണ്? അഡൽട്ട് റേഡിയലി സിമെട്രിക്കൽ, ലാർവെ ബൈലാറ്ററൽ സിമെട്രിക്കൽ. അത് എക്കൈനോഡെർമിന്റെ പ്രത്യേകതയാണ്. പിന്നെ ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് ആനിമൽസ് നമ്മൾ പറയുന്ന കാര്യം പോയിന്റ് തന്നെയാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് ആണ്. പിന്നെ ഇവിടെയും ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ് വിത്ത് മൗത്ത് ഓൺ ദ ലോവർ വെൻട്രൽ സൈഡ് ആൻഡ് ഏനസ് ഓൺ ദ അപ്പർ ഡോർസൽ സൈഡ്. അത് വേറെ പ്രത്യേകത. അതായത് ഈ ഇതൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 2 ഓപ്പണിംഗ് ആണ്, മൗത്ത് കൊണ്ട്
മൗത്തും വേണം, ഏനസും വേണം. അപ്പൊ ഇവിടെ പ്രത്യേകത മൗത്ത് ഓൺ ദി ലോവർ സൈഡ്. ഇതിന് രണ്ട് സൈഡുകളുണ്ട്. നമ്മൾ ഈ സ്റ്റാർഫിഷൊക്കെ പരന്ന ജീവികളല്ലേ, അപ്പൊ അതിന് മുകളിലും താഴ്വശം രണ്ട് സൈഡുണ്ട്. ഒന്ന് അതിന്റെ വെൻട്രൽ സൈഡുണ്ട്, മറ്റൊന്ന് ലോവർ സൈഡ് അല്ലെങ്കിൽ ഡോഴ്സൽ സൈഡും ഉണ്ട്. അതിൽ മൗത്ത് കാണുന്നത് ലോവർ സൈഡിലും ഏനസ് അപ്പർ സൈഡിലുമാണ്. അതാണ് ഈ പ്രത്യേകത. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് വിത്ത് മൗത്ത് ഓൺ ദി ലോവർ ഓർ വെൻട്രൽ സൈഡ് ആൻഡ് ഏനസ് ഓൺ ദി ഡോഴ്സൽ സൈഡ്. അപ്പൊ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രസന്റ് ആയിട്ടുള്ള ജീവിയാണ് ഇത്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് എക്കോണമിയുടെ ക്യാരക്ടറാണ് അടുത്ത് പറയുന്നത്, എ വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസന്റ്. നമ്മൾ വാട്ടർ വാസ്കുലർ സിസ്റ്റം നേരത്തെ പഠിച്ചായിരുന്നു ഒരു ഫൈലത്തിൽ. ഏതാണ്? വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു, പോറിഫറിങ്, ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ എ വാട്ടർ വാസ്കുലർ സിസ്റ്റം, ഇവിടെ ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസന്റ് ആണ്, വിച്ച് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ. ഇതിനെല്ലാം സഹായിക്കുന്നു. ലോക്കോമോഷന്, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്, റെസ്പിറേഷൻ, ഇവയൊക്കെ സഹായിക്കുന്ന ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം എക്കോനോഡെർമറ്റയിലുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു അഡൽട്ട് എക്കോനോഡെർമ്സ് ആർ റേഡിയലി സിമെട്രിക്കൽ ബട്ട് ലാർവ ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ് എ വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസന്റ് വിച്ച് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ, സഞ്ചരിക്കാൻ സഹായിക്കുന്നു, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്, ഭക്ഷണം ക്യാപ്ചർ ചെയ്യാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നു, ആൻഡ് റെസ്പിറേഷനും ശ്വസനത്തിനും സഹായിക്കുന്നു. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല ഈ ജീവികൾക്ക്, വിസർജന വ്യവസ്ഥ ഇല്ല, ഒരു സിസ്റ്റമായിട്ടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്ക്രീഷൻ ഇല്ലെന്നല്ല, എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. പിന്നെ സെക്സസ് ആർ സെപ്പറേറ്റ്, മെയിൽ ഫീമെയിൽ ഡിഫറെന്റ് ആണ്, റീപ്രൊഡക്ഷൻ സെക്ഷൽ ആണ്, ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി എക്സ്റ്റേണൽ, പുറമേ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ ആണുള്ളത്. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്ട് വിത്ത് ഫ്രീ സ്വിമ്മിംഗ് ലാർവ, ധാരാളം ലാർവൽ സ്റ്റേജസും ഉണ്ട്. ചെറിയൊരു ഫൈലാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഒന്ന്, അഡൽട്ട് എക്കോനോഡെർമ്സ് ആർ റേഡിയലി സിമെട്രിക്കൽ ബട്ട് ലാർവ ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ. എ വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസന്റ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ, ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെന്റ്. ഈ 3 പോയിന്റാണ് പ്രധാനമായി ഇതിനകത്ത് പഠിക്കേണ്ടത്. പിന്നെ ആദ്യത്തെ പോയിന്റ് നമുക്ക് പഠിക്കാം, എൻഡോസ്കെൽട്ടനോ കാൽക്കേരിയസ് ഓസിക്കിൾസ് എന്നുള്ളതും കൂടി വേണമെങ്കിൽ പഠിച്ചു വെക്കാം. കാരണം അതിന് എക്കോനോഡെർമ പേര് വരാനുള്ള കാരണം അതാണ്, എൻഡോസ്കെൽട്ടനോ കാൽക്കേരിയസ് ഓസിക്കിൾസ് ഓർ സ്പൈനി ബോഡിഡ് ആനിമൽസ് എന്നുള്ള പേര്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റാണ് അഡൽട്ട് എക്കോനോഡെർമ്സ് ആർ റേഡിയലി സിമെട്രിക്കൽ ബട്ട് ലാർവ ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ. എ വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസന്റ് വിച്ച് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ. പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ്. ഈ 3 പോയിന്റ് പഠിച്ചാൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മതി. പിന്നെ ഇതിനകത്തുള്ള എക്സാമ്പിളുകളാണ്. ഒന്നാമത്തെ ആസ്റ്റീരിയാസ് അല്ലെങ്കിൽ സ്റ്റാർഫിഷ്. സ്റ്റാർഫിഷിന്റെ സയന്റിഫിക് നെയിമാണ് ആസ്റ്റീരിയാസ് എന്ന് പറയുന്നത്. ആസ്റ്റീരിയാസ് അല്ലെങ്കിൽ സ്റ്റാർഫിഷ്. എക്കൈനസ് അല്ലെങ്കിൽ സീ അർച്ചിൻ, നമ്മൾ എന്താ പറയുക, സീ അർച്ചിൻ എന്ന് പറയുന്നത് കടൽ ചേന എന്നാണ് പറയുന്നത്, എക്കൈനസ്. സീ അർച്ചിൻ എന്ന് പറയുന്ന ഭാഗം. പിന്നെ ആന്റിഡോൺ, സീ ലില്ലി, കടൽ പൂവ് എന്നറിയപ്പെടുന്ന ആന്റിഡോൺ. കുക്കുമെറിയ അല്ലെങ്കിൽ സീ കുക്കുംബർ, നമ്മൾ കടൽ വെള്ളരിക്ക കുക്കുംബർ എന്നറിയപ്പെടുന്ന കുക്കുമെറിയ. ആൻഡ് ഒഫ്യൂറിയ അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാർ, നമ്മൾ ബ്രിട്ടിൽ സ്റ്റാർ തിളങ്ങുന്ന നക്ഷത്രം പോലെ കാണുന്ന ഒഫ്യൂറ. ഇത്രയും എക്സാമ്പിൾ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ആസ്റ്റീരിയാസ് ഓർ സ്റ്റാർഫിഷ്, എക്കൈനസ് ഓർ സീ അർച്ചിൻ, ആന്റിഡോൺ ഓർ സീ ലില്ലി, കുക്കുമെറിയ ഓർ സീ കുക്കുംബർ ആൻഡ് ഒഫ്യൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ, ഇവയൊക്കെ ഈ ഫൈലത്തിന്റെ എക്സാമ്പിളുകളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട എക്കോനോഡെർമ്സിന്റെ ക്യാരക്ടേഴ്സും അതിന്റെ എക്സാമ്പിളും നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ എക്കോനോഡെർമയുടെ ക്യാരക്ടർ പറയാം. അവ റേഡിയലി സിമെട്രിക്കലാണ് ബട്ട് ലാർവ ബൈലാറ്ററൽ സിമെട്രിക്കലാണ്. അവയ്ക്ക് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്, അത് അതിന് ലോക്കോമോഷനും ക്യാപ്ചറും ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിനും റെസ്പിറേഷനും സഹായിക്കുന്നുണ്ട്. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. എക്സാമ്പിളാണ് ആസ്റ്റീരിയാസ്, എക്കിനസ്, ആന്റിഡോൺ, കുക്കുമെറിയ, ഒഫ്യൂറ എന്നിവ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫയലത്തെ കുറിച്ച് പഠിക്കേണ്ടത്. അത് ചെറിയ ഫയലുമായതുകൊണ്ട് അടുത്ത ഫയലും കൂടെ പഠിച്ചിട്ട് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹെമികോർഡേറ്റയാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കുന്നത്. 10ാമത്തെ ഫൈലമാണ് ഫൈലം ഹെമികോർഡേറ്റ. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദ ഹെമികോർഡേറ്റ വാസ് എയർലി കൺസിഡേർഡ് എ സബ് ഫൈലം അണ്ടർ ഫൈലം കോർഡേറ്റ. നമ്മൾ 11ാമത്തെ ഫൈലമായിട്ട് പഠിക്കുന്നത് ലാസ്റ്റ് ഫൈലമായിട്ട് പഠിക്കുന്ന കോർഡേറ്റയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നേരത്തെ ഈ ഫൈലും കൂടി അതിൻ്റെ കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നത് ഒരു സബ് ഫൈലമായിട്ട് ഹെമികോർഡേറ്റയെ കോർഡേറ്റാണ് ഉൾപ്പെടുത്തി. പക്ഷേ ഇപ്പം ദേ പ്ലേസ്ഡ് സെപ്പറേറ്റ് ഫൈലം അണ്ടർ നോൺ കോർഡേറ്റ. ഇപ്പോൾ ഒരു പ്രത്യേക ഫൈലമാക്കി നോൺ കോർഡേറ്റ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഹെമികോർഡേറ്റ. ആദ്യത്തെ 10 ഫൈലും നോൺ കോർഡേറ്റ് ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനെ ഒരു പൂർണ്ണ ഫൈലമായിട്ടാണ് ഹെമികോർഡേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് തന്നെ എന്താണ്, ഏത് ഫൈലമാണ് ആദ്യം കോർഡേറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്, കോർഡേറ്റ് സബ് ഫൈലമാണ് ഉൾപ്പെടുത്തിയത്, ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ഫൈലമായി കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓർക്കണം ഹെമികോർഡേറ്റയാണ്. പേരിൽ തന്നെ ഉള്ളൂ ഹെമികോർഡേറ്റ എന്ന് പറയുന്നത്. ഹെമികോർഡേറ്റ പകുതി കോർഡേറ്റ എന്നുള്ള ഹെമികോർഡേറ്റ എന്നാണ് അതിന് പറയുക. സോ ഹെമികോർഡേറ്റ വാസ് earlier considered as a subphylum under phylum Chordata, but now it is placed as a separate phylum under non-Chordata. അത് ഓർക്കട്ടെ. ഇനി this phylum consists of a small group of worm-like marine animals. വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് worm-like marine animals. worm എന്ന് പറയുന്നത് വിരകളാണ്. വിരകൾ പോലുള്ള കുറച്ച് ജീവികളാണ് ഇതിനകത്ത് വരുന്നത്. അതെല്ലാം തന്നെ marine animals ആണ്. worm-like marine animals. ആ പോയിന്റ് പഠിക്കണം. This phylum consists of worm-like marine animals.
പിന്നെ ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗാൻ സിസ്റ്റമാണ് അതിലുള്ളത്. ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ്, ട്രിപ്പിൾ പ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്. ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതൊന്നും പ്രത്യേകതയില്ല, കാരണം എല്ലാം നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഫയലിലും വരുന്നതാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കുക. ദ ബോഡി ഈസ് സിലിണ്ടറിക്കൽ. നിങ്ങൾക്ക് അതിനകത്തൊരു ചിത്രം കാണാം. ആ ചിത്രം കണ്ടാൽ നമുക്കറിയാം അത് അതിന്റെ ബോഡിയുടെ ഷേപ്പാണ്, സിലിണ്ടറിക്കൽ ബോഡിയാണ്. പക്ഷേ ഇറ്റ് ഈസ് കമ്പോസ്ഡ് 3 റീജിയൻസ് ഉണ്ട്. ആൻഡ് ആന്റീരിയർ പ്രൊബോസിസ്, തുമ്പിക്കൈ പോലെ ഒരു ഭാഗം മുകളിൽ നിൽക്കുന്നുണ്ട്, അതിനെ പ്രൊബോസിസ് എന്നാണ് പറയുന്നത്. ഒരു കഴുത്തുണ്ട്, കോളർ ആൻഡ് എ ലോങ് ട്രങ്ക്. ബാക്കിയുള്ള താഴോട്ട് വരുന്ന ഭാഗമാണ് ട്രങ്ക്. അപ്പൊ 3 റീജിയൻസ് ഇതിന്റെ ബോഡി നമുക്ക് കാണാം. എന്തൊക്കെയാണ്? പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. അത് പഠിക്കേണ്ടതാണ്. അപ്പൊ ബോഡി സിലിണ്ടറിക്കലാണ്. അതിന്റെ 3 റീജിയൻസ് പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. ചോദിച്ചിട്ടുണ്ട് മുമ്പ് പരീക്ഷയ്ക്ക് ഏതൊക്കെയാണ് ഇതിന്റെ ബോഡി ഡിവിഷൻ. പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. അപ്പോൾ ബോഡി സിലിണ്ടറിക്കലാണ്. അതിന് 3 റീജിയൻസ് ഉണ്ട്, പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. എക്കണോമിക്സിന്റെ ഹെമികോഡേറ്റയുടെ 3 ബോഡി ഡിവിഷൻസ് ആണ് പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. മനസ്സിലായല്ലോ? ഇനി സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ്. നമ്മളിപ്പോൾ പഠിക്കുന്ന രണ്ടാമത്തെ ഫൈലമാണ് സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ്. നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആർത്രോപോഡയിലും ഓപ്പൺ ടൈപ്പാണ്, ഹെമികോഡേറ്റിലും ഓപ്പൺ ടൈപ്പാണ്. 2 ഓപ്പൺ ടൈപ്പ് സർക്കുലേഷനുള്ള ഫൈലമാണുള്ളത്, ആർത്രോപോഡയും ഹെമികോഡേറ്റും. മൊളസ്കയിലെ ചിലതിലുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ 2 ഓർത്താൽ മതി. ആർത്രോപോഡയും ഹെമികോഡേറ്റുമാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷനുള്ള ജീവികൾ. ഇനി റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഗിൽസിലൂടെയാണ് റെസ്പിറേഷൻ. എസ്ക്രീറ്ററി ഓർഗൻ ഈസ് പ്രൊബോസിസ് ഗ്ലാൻഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്ക്രീറ്ററി ഓർഗൻ, ഇവിടെ എസ്ക്രീറ്ററി ഓർഗന്റെ പേരാണ് പ്രൊബോസിസ് ഗ്ലാൻഡ്. അത് വേറെ ഒരു ജീവിയിലും ഇല്ല, അതുകൊണ്ട് അത് ചോദിക്കാം. മുമ്പ് ഒരു പ്രാവശ്യം പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഈ ഹെമികോഡേറ്റയുടെ എസ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? ഹെമികോഡേറ്റയുടെ എസ്ക്രീറ്ററി ഓർഗന്റെ പേരാണ് പ്രൊബോസിസ് ഗ്ലാൻഡ്. ആ പേര് ഓർഗൻ, പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ് അവയുടെ എസ്ക്രീറ്ററി ഓർഗൻ. പിന്നെ ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. അതെല്ലാം നമ്മൾ സാധാരണ 2 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്, ബലനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. അതിൽ ബലനോഗ്ലോസിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം. നിങ്ങൾ ആ ചിത്രം നോക്കുക. ചിത്രത്തിൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പ്രൊബോസിസ്, താഴെ കഴുത്ത് പോലെ കാണുന്ന ഭാഗമാണ് കോളർ, അതിന് താഴെട്ടുള്ളത് മൊത്തത്തിൽ കാണുന്ന ഭാഗമാണ് ട്രങ്ക് എന്നൊക്കെ പറയുന്നത്. ടെയിൽ എന്ന് പറയുന്ന ഭാഗം ഇല്ല. അപ്പോൾ 3 റീജിയനേ ഉള്ളൂ, പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്തിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഹെമികോഡേറ്റ എന്ന് പറയുന്നത്? എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് മറൈൻ ആനിമൽസ്, ഒരു പോയിന്റ് ആണ്. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് മറൈൻ ആനിമൽസ്. പിന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞത് ബോഡി സിലിണ്ടറിക്കൽ വിത്ത് പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. പിന്നെ ഓപ്പൺ സർക്കുലേഷൻ ആണ്, സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ്. ഇത്രയും. പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ ഈസ് പ്രൊബോസിസ് ഗ്ലാൻഡ്, എക്സ്ക്രീറ്ററി ഓർഗൻ ഈസ് പ്രൊബോസിസ് ഗ്ലാൻഡ് എന്നുള്ള പോയിന്റും കൂടെ ഓർത്തിരിക്കുക. ഇത്രയും പോയിന്റുകളാണ് പഠിക്കേണ്ടത്. 2 എക്സാമ്പിൾ, ബലനോഗ്ലോസസും സാക്കോഗ്ലോസസും ആണ് എക്സാമ്പിളായിട്ട് പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ ഫയൽ നമുക്ക് ഇത്രയും കാര്യം. അപ്പോൾ ഇന്ന് ഈ 3 ഫയൽ നമുക്ക് പഠിക്കാം. ഒന്നുകൂടി ഞാൻ ഹെമികോഡേറ്റയുടെ കാര്യം വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഹെമികോഡേറ്റയെ ആദ്യം നമ്മൾ കോർഡേറ്റയിലാണ് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ അങ്ങനെയല്ല, അതിനെ ഒരു സെപ്പറേറ്റ് ഫയലുമായിട്ട് ഉൾപ്പെടുത്തുകൊണ്ടാണ് പ്രത്യേകം പഠിക്കുന്നത്. ഇപ്പോൾ അത് നോൺ കോഡേറ്റ് ഫയലുമായിട്ട് ഒരു സെപ്പറേറ്റ് ഫയലുമായിട്ട് കരുതുന്നു. അതിനകത്ത് വരുന്നത് വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ബോഡി സിലിണ്ടറിക്കലാണ്. 3 റീജിയൻസ് ഉണ്ട്, പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണ്. പിന്നെ പ്രൊബോസിസ് ഗ്ലാൻഡ് ആയിരുന്നു എൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. 2 എക്സാമ്പിളാണ് പഠിക്കുന്നത്, ബലനോഗ്ലോസസും സാക്കോഗ്ലോസസും. ഇത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ചും പഠിക്കാം. അപ്പോൾ ഈ 2 ഫയലും കൂടി നമുക്ക് പഠിച്ചു വെക്കുക. നമുക്കിനി ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയെന്നറിയാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പം ഈ നോൺ കോഡേറ്റ ഫയലത്തില് ചിലർക്ക് പ്രശ്നം ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. സാരല്ല, അത് പിന്നെ അവർ ഞാൻ ചോദിക്കും പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. സാരല്ല, ചിലരുടെ മൈക്ക് പ്രശ്നം ഉണ്ടാവില്ല. സാരല്ല, മൈക്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സാരല്ല, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്. അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ 10 ഫൈലം പഠിച്ചു കഴിഞ്ഞു ഇതോടുകൂടി. അതായത് നമ്മൾ ആ ക്രമത്തിലെ ഫൈലത്തിന്റെ എല്ലാം പേര് ഓർത്തിരിക്കുക. നമ്മൾ പോറിഫറ ഒന്നാമതായിട്ട് പഠിച്ചു, പിന്നെ നിഡേറിയ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റ, അത് കഴിഞ്ഞ് ടീനോഫോറ, അത് കഴിഞ്ഞ് പ്ലാറ്റിഹെൽമിന്തസ്, ആസ്റ്റെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കഡമെറ്റ, ഹെമികോഡേറ്റ. ഈ 10 ഫൈലം എന്ന് പറയുന്നത് നോൺ കോഡേറ്റ ഫൈലത്തിലാണ് വരുന്നത്. ഇനി നമുക്ക് ഒരു ഫൈലം കൂടിയാണ് പഠിക്കാനുള്ളത്, കോഡേറ്റ. പക്ഷെ അത് നമ്മൾ അതിന്റെ വിശദമായി പഠിക്കാനുണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കോഡേറ്റ ഇനി ഒരു ഫൈലം കൂടെ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ തീരുന്നില്ല. ആ ഫൈലത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 3-4 ക്ലാസ് കൊണ്ട് നമുക്ക് അത് തീർക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും അതിനകത്ത് ഇനി പഠിക്കാനുണ്ട്. കോഡേറ്റ എന്നത് ഒരു ഫൈലത്തെ കുറിച്ച് വിശദമായി പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഈ 10 ഫൈലവും നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. നമ്മളിപ്പോൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഒരുപാട് ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഫൈലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഫൈലത്തിൽ മാത്രമേ ഉള്ളൂ നമ്മളിപ്പം ചിലപ്പം കുറച്ച് വ്യത്യാസങ്ങളെ കാണും. പിന്നല്ല ഇപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആസ്റ്റർമിന്തസ് മുതൽ ഇങ്ങോട്ട് പറയുന്നത് എല്ലാത്തിനും ഓർഗൻ സിസ്റ്റം ലെവലാണ്. അല്ലെങ്കിൽ ബൈലാറ്ററൽ സിമെട്രിക്കൽ എന്ന് പറയുന്നതൊക്കെ കൂടുതലെടുത്ത് കാണാൻ പറ്റും.
ഇങ്ങനെ അല്ലെങ്കിൽ സീറോമേറ്റ് ആനിമൽസ് ഇങ്ങനെയൊക്കെ ഓരോ ക്യാരക്ടേഴ്സും പല ഫയലത്തിലുണ്ട്. അപ്പോൾ അത് നമ്മളൊരു കമ്പാരിസൺ ആയിട്ട് ടേബിൾ പോലെ പഠിച്ചു വെക്കണം. ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് ചിലപ്പോൾ ചോദിക്കുമ്പം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഓരോ ഫയലത്തിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചു വെക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ഞാൻ അന്ന് തന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊന്ന് നോക്കുക. ഇപ്പോൾ ഈ 10 ഫയലിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് അതിന്റെ ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ നിങ്ങൾ അയച്ചു തന്നാൽ എന്താണ് അതിന്റെ ഉത്തരമെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ചോദ്യങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഉത്തരം നിങ്ങൾക്ക് കിട്ടാതെ ഉണ്ടെങ്കിൽ അതെന്നോട് ചോദിക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനകത്ത് മിക്കവാറും പകുതി ഭാഗമായി നമ്മൾ ആ പകുതി ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കുക. അതിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് അതൊക്കെ ചെയ്തു വെക്കുക.